ബഹുമാന്യരെ, അറാം മച്ചാൻസ് ഭക്തി പുരസരം അവതരിപ്പിക്കുന്നു ഒരു പുണ്യചിന്തന നാടകം രാമരാവണ മുഖാമുഖി. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ഏതെങ്കിലും പുരാണ കഥാപാത്രങ്ങളുമായി സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും സ്വാഭാവികം മാത്രം. നാരായണ 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 നാരായണ. എന്താ ഈ കലികാലത്ത് ഒരവസ്ഥ? അക്രമവും അനീതിയും കൊടികുത്തി വാഴും. മനുഷ്യനും മനുഷ്യനോട് പോലും ബഹുമാനമില്ലാത്ത ഒരു കാലം. അതെങ്ങനെ ഉണ്ടാകാനാണ്? നിയമസഭയിലും മറ്റും ഇവരുടെയൊക്കെ നേതാക്കൾ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ പെരുമാറുന്നതല്ലേ നിത്യവും ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്? നാരായണ നാരായണ. പോരാത്തതിന് പ്രസംഗവധം, ഡിജിറ്റൽ അറസ്റ്റ്. ഓ നാരായണ നാരായണ. അതൊക്കെ ത്രേതായുഗത്തിലും മറ്റും കാണണമായിരുന്നു. ബദ്ധവൈരികൾ പോലും പരസ്പരം കാണുമ്പോൾ കാണിച്ചിരുന്ന ആദരവും ബഹുമാനവും. നാരായണ നാരായണ. ഞാൻ കാലമാകുന്നു. ഭൂതവും ഭാവിയും വർത്തമാനവും ഞാനാകുന്നു. എനിക്ക് തുടക്കമില്ല. ഞാൻ എല്ലാ ഇടങ്ങളിലുമുണ്ട്, എന്നാൽ ഞാൻ എങ്ങുമില്ല. എൻ്റെ തുടക്കവും ഒടുക്കവും കണ്ടെത്തൽ അസംഭവ്യം. ഞാൻ കാലമാകുന്നു. ദിനവും രാത്രിയും ശിശിരവും ഗ്രീഷ്മവും യുഗങ്ങളും മന്വന്തരങ്ങളും എന്നിൽ തന്നെ കുടികൊള്ളുന്നു. ഞാൻ കാലമാകുന്നു. നാരദ മഹർഷി പറഞ്ഞ ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രന്റെയും ലങ്കാധിപതി രാവണനും തമ്മിൽ രാമരാവണ യുദ്ധത്തിന് മുൻപ് രാമേശ്വരത്ത് സേതുബന്ധനത്തിന് മുൻപുണ്ടായ ഒരു രംഗം നിങ്ങൾക്ക് എന്നിലൂടെ കാണാം. ഞാൻ കാലമാകുന്നു. ശ്രീരാമജയം ശ്രീരാമജയം. പറയൂ ഹനുമാൻ, പറയൂ. അങ്ങയുടെ യാത്രാ വിവരങ്ങൾ എന്നോട് പറഞ്ഞാൽ. സ്വാമി, സീതാദേവിയെ ഞാൻ കണ്ടു. ഞാൻ ഈ കടൽ 100 യോജന ചാടിക്കടന്ന് അങ്ങ് ലങ്കയിൽ സീതാദേവിയെ ഞാൻ കണ്ടു. ആ രാക്ഷസ രാവണൻ സീതാദേവിയെ അശോകവനിയിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അങ്ങ് നൽകിയ മുദ്രാമോതിരം ഞാൻ ദേവിക്ക് നൽകി. പകരം ദേവി ഈ ചൂടാമണി അങ്ങേക്ക് നൽകുവാനായി ഏൽപ്പിച്ചു. സ്വാമി, എന്റെ ഒരു തെറ്റിനാലാണല്ലോ ദേവിക്ക് ഈ ദുർവിധി ഉണ്ടായത്. താങ്കൾക്ക് രാക്ഷസനെ നിഗ്രഹിച്ച് ദേവി കൊണ്ടുവരുന്നില്ലേ? കുമാരൻ രാക്ഷസ കുമാരനായ ഇന്ദ്രജിത്തുമായി ഏറ്റുമുട്ടി ഞാൻ സാക്ഷാൽ രാവണ സമക്ഷത്തെത്തി. എന്നാൽ ശ്രീരാമദൂതനായ എന്നോട് ആ രാക്ഷസൻ വേണ്ട ബഹുമാനം കാട്ടിയില്ല. സീതാദേവിയെ ശ്രീരാമ സമക്ഷത്തേൽപ്പിച്ച് ക്ഷമ അപേക്ഷിക്കുവാൻ ഞാൻ ആ രാക്ഷസനോട് നിർദ്ദേശിച്ചു. എന്നാൽ ആ രാക്ഷസൻ എന്റെ വാലിന് തീ കൊളുത്തി എന്നെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. സ്വാമി, കത്തിയ വാലുമായി ലങ്കയാസകലം ഒന്ന് കറങ്ങി ഞാൻ തിരികെ വരികയായിരുന്നു. സ്വാമി, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഭക്തി പുരസ്സരം നിറവേറ്റുകയായിരുന്നു. സ്വാമി, അത് നന്നായി ഹനുമാൻ. താങ്കൾ ഒരു ഉത്തമ ശ്രീരാമ ഭക്തനെന്ന് തെളിയിച്ചിരിക്കുന്നു. സ്വാമി, ഇനി മുന്നോട്ടുള്ള പ്രയാണത്തെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
100 യോജന കടൽ കടക്കണം നമ്മുടെ വാനര സൈന്യത്തിന് ലങ്കയിലെത്താൻ. അസംഭവ്യം ഈ കടൽ കടക്കൽ. ഇതെങ്ങനെ സാധിക്കും സ്വാമി? സംഭവ്യമാണ് സോദര. നമ്മൾ വരണ ഭഗവാനോട് അനുവാദം ചോദിച്ചതിന് ശേഷം ഈ കടലിന് കുറുകെ ഒരു സേതു നിർമ്മിക്കേണ്ടത്. സുഗ്രീവനും തന്റെ അനുയായികളും വിചാരിച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. സേതു നിർമ്മാണം ആരംഭിക്കട്ടെ സ്വാമി. ഇത് ഹനുമാൻ അരുത്. അതിനു മുന്നായി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ദേവാദിദേവൻ മഹാദേവന്റെ പ്രീത്യാർത്ഥം ഒരു യജ്ഞം നടത്തേണ്ടതുണ്ട്. എന്നാൽ യജ്ഞത്തിനുള്ള കാര്യങ്ങൾ തുടങ്ങട്ടെ സ്വാമി. യജ്ഞം തുടങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ യാഗത്തിന് ആചാര്യനായി ഒരു മഹാശിവഭക്തനെ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വെറും ശിവഭക്തൻ പോരാ, ശ്രേഷ്ഠനായ ശിവഭക്തൻ തന്നെ വേണം. അങ്ങനെയെങ്കിൽ ഒരു പ്രശ്നമുണ്ടല്ലോ സ്വാമി. ഇഹലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശിവഭക്തൻ ആ രാക്ഷസ രാവണനാണല്ലോ സ്വാമി. അങ്ങനെയെങ്കിൽ ഗംഗാധിപതി രാവണനെ തന്നെ നമ്മുടെ യജ്ഞത്തിനായി ക്ഷണിച്ചാലും അതിനുള്ള കാര്യങ്ങൾ ചെയ്താലും ഉത്തരവ് പോലെ സ്വാമി. ശ്രീരാമ സന്ദേശം ലങ്കാധിപതി രാവണന്റെ അടുത്തെത്തുന്നു. ബദ്ധവൈരികളാണെങ്കിലും വിഷയം ശിവപ്രീതിക്കുള്ള യജ്ഞമായതിനാൽ ലങ്കാധിപതി രാവണന് ഈ ക്ഷണം നിരാകരിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സ്വയം യജ്ഞാചാര്യനാകുവാൻ സമ്മതമറിയിച്ചു. തുടർന്ന് യജ്ഞം നടക്കുന്ന രാമേശ്വരത്തേക്ക് യാത്രയാവുന്നു. അല്ലയോ ശ്രീരാമൻ, രാവണനെ തന്നെ വേണ്ടി വന്നല്ലേ? ദേവാദിദേവൻ മഹേശ്വരന്റെ യജ്ഞമായി പോയി. അല്ലയോ മഹാത്മൻ, ഇങ്ങേ പോലെയുള്ള ദേവാദിദേവൻ മഹാദേവന്റെ ഒരു ഭക്തിപരസ്പരമായ സാന്നിധ്യം ഈ യജ്ഞത്തെ മംഗളകരമാകും. അങ്ങ് ഈ യജ്ഞത്തിന് യജ്ഞാചാര്യനായി നിന്ന് ഈ യജ്ഞം മംഗളകരമാക്കണമെന്ന് ഗീതമായി അഭ്യർത്ഥിക്കുന്നു. യജ്ഞാചാര്യനൊക്കെ ആകാം. നാരായണ നാരായണ നാരായണ. എന്റെ ജന്മം സഫലമായി. സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ യജ്ഞത്തിനായി ഗംഗാധിപതി രാവണൻ തന്നെ നേരിട്ട് എഴുന്നള്ളിയിരിക്കുന്നു. നാരായണ നാരായണ നാരായണ. ഹേ രാമ, യജ്ഞാചാര്യനാവാം, എന്നാൽ ഒരു തടസ്സം കാണുന്നുണ്ടല്ലോ. തടസ്സമോ? എന്ത് തടസ്സം? ഇതൊക്കെ രാവണന്റെ കുബുദ്ധിയാണ് ജ്യേഷ്ഠ. ഹേ രാമ, താങ്കൾ വിവാഹിതനാണ്. അതിനാൽ തന്നെ ഈ യജ്ഞത്തിന് ഭാര്യാസമേതനായി വേണം പങ്കെടുക്കുവാൻ. അതിപ്പോ സാധ്യമാണെന്ന് തോന്നുന്നില്ലല്ലോ സ്വാമി. അല്ലയോ ലങ്കാധിപതി, അങ്ങേ പോലെയുള്ള മഹാശിവഭക്തൻ യജ്ഞാചാര്യനായിരിക്കാമെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് അതിനുള്ള വിഘ്നങ്ങൾ തീർക്കുവാനുള്ള ഉപായങ്ങളും അങ്ങ് തന്നെ ചെയ്യേണ്ടതാണ്. നാരായണ നാരായണ നാരായണ. യജ്ഞാചാര്യനാകാമെന്ന് പ്രഭോ അവിടെ നിന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതും താങ്കളുടെ കടമയാണ് പ്രഭു. നാരായണ നാരായണ. നിന്നെ ഞാൻ
അഹന്തയാൽ അന്ധനായ രാവണൻ യജ്ഞാചാര്യനായി നിൽക്കാമെന്ന് താൻ നൽകിയ വാക്കാൽ ബന്ധിതനായി യജ്ഞം നടത്തുവാനുള്ള തടസ്സം നീക്കുവാൻ നിർബന്ധിതനാകുന്നു. മാനസികമായി തനിക്ക് യാതൊരു യോജിപ്പും ഇല്ലെങ്കിലും തൻ്റെ വാക്ക് പാലിക്കുവാനായി ലങ്കാധിപൻ ശ്രീരാമയജ്ഞത്തിനായി സീതാദേവിയെ രാമേശ്വരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിർബന്ധിതനാകുന്നു. ലങ്കാധിപതി സീതാദേവിയുമായി രാമയജ്ഞത്തിനായി രാമേശ്വരത്തേക്ക് യാത്രയാകുന്നു. അല്ലയോ മഹാത്മൻ ജാമ്പവാൻ, ലങ്കാധിപതി സീതാദേവിയുമായി യജ്ഞത്തിന് വരുമോ ആവോ? ഹേ ഹനുമാൻ, ലങ്കാധിപതി രാവണൻ അഹങ്കാരിയാണെങ്കിലും മഹാജ്ഞാനിയാണ്. അദ്ദേഹം നീതി നിഷേധം നടത്തില്ല. ജ്യേഷ്ഠ, നോക്കൂ, ആ വരുന്നത് രാവണനും നമ്മുടെ സീതാദേവിയുമല്ലേ? കൊണ്ടുവന്നിരിക്കുന്നു സീതയെ. സീതയെ വേണ്ട, സീത ഇപ്പോഴും എന്റെ തടവിലാണ്. വാക്ക് നൽകിപ്പോയി. അതിനാൽ മാത്രം ഈ യജ്ഞം കഴിയുന്ന നിമിഷം സീതയുമായി ഞാൻ തിരികെ പോകുന്നതാണ്. ഹേ മഹാത്മൻ, യജ്ഞം ആരംഭിക്കുവാൻ യജ്ഞശാലയിലേക്ക് ആഗതനായാലും വരൂ, യജ്ഞശാലയിലേക്ക് പോവാം. നാരായണ നാരായണ നാരായണ. ആശ്ചര്യം, അത്ഭുതം! സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ യജ്ഞപൂർത്തിക്കായി ലങ്കാധിപതി രാവണൻ സീതയുമായി നേരിട്ട് എഴുന്നള്ളിയിരിക്കുന്നു. നാരായണ നാരായണ നാരായണ. സേതുബന്ധനത്തിനായി സേതു നിർമ്മിക്കുന്നതിൻ്റെ തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായി ശ്രീരാമചന്ദ്രൻ നടത്തിയ യജ്ഞത്തിൽ ആചാര്യനായി മഹാപണ്ഡിതനും മഹാജ്ഞാനിയും ലങ്കാധിപതിയുമായ സാക്ഷാൽ രാവണൻ വന്നിരിക്കുന്നു. തൻ്റെ വാക്ക് പാലിക്കുവാനായി ലങ്കേശൻ സീതാദേവിയെ യജ്ഞത്തിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിതനാകുന്നു. യജ്ഞം മംഗളകരമായി പര്യവസാനിക്കുന്നു. യജ്ഞത്തിൻ്റെ അവസാനം യജ്ഞം നടത്തിയ ശ്രീരാമനും സീതാദേവിയും യജ്ഞാചാര്യനായ ലങ്കേശനോട് അനുഗ്രഹം തേടുന്നു. യജ്ഞം മംഗളകരമായി പൂർത്തിയായിരിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റിയിരിക്കുന്നു. അല്ലയോ മഹാത്മാവേ, അങ്ങേപ്പോലെയുള്ള മഹാശിവഭക്തന്റെ സാന്നിധ്യം ഈ യജ്ഞം മഹത്തരവും ഫലവത്തുമാക്കി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ദീർഘസുമംഗലി നാരായണ നാരായണ നാരായണ. എല്ലാം നല്ലതിനാണ് പ്രഭോ. ലങ്കാധിപതേ, എല്ലാം നല്ലതിനാണ്. നാരായണ നാരായണ നാരായണ. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാമനും രാവണനും നിങ്ങളും സർവചരാചരങ്ങളും എന്നിലൂടെ കടന്നുപോകും. കാലത്തിൽ ലയിക്കാത്തതായി യാതൊന്നും തന്നെയില്ല. നിങ്ങളുടെ സത്പ്രവൃത്തികളിലൂടെ മാത്രം നിങ്ങൾക്ക് കാലത്തെ ജയിക്കുവാനാകും. 10 തലയോളം അറിവുള്ള രാവണൻ അഹങ്കാരത്തിന്റെ അന്ധതയിൽപ്പെട്ട് സ്വയം ഇല്ലായ്മ ചെയ്യുകയായിരുന്നു. ഇവിടെ രാവണന് അഹന്ത ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ ബദ്ധവൈരിയോടുള്ള ഇടപെടലിൽ അത്യന്തം മര്യാദയും നീതിയും കാട്ടിയതായി നമുക്ക് കാണാം. മനുഷ്യന് മനുഷ്യനോട് ഇന്ന് ഇല്ലാത്തതും
ഈ നീതിബോധമാണ്. കാലചക്രത്തിന്റെ കറക്കത്തിൽ അല്പമാത്രയിൽ തീരുന്ന ഈ ജീവിതത്തിൽ മനുഷ്യ കാട്ടിക്കൂടി പരസ്പര ബഹുമാനത്തിന്റെ സന്ദേശം. എന്നും പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വരുന്ന ആറാം മച്ചാൻസിനെ നല്ലൊരു കൈയടി കൊടുക്കാം. വേദിയിലേക്ക് ക്ഷണിക്കുന്നു നാരദൻ മധുമച്ചാൻ, രാമൻ ദീപക് മച്ചാൻ, ലക്ഷ്മണൻ മഹേഷ് മച്ചാൻ, ജാംബവാൻ ദിലീപ് മച്ചാൻ, ഹനുമാൻ മുരുകൻ മച്ചാൻ, രാവണൻ കെന്നി മച്ചാൻ, സീത റോണി മച്ചാൻ. താങ്ക് യു മച്ചാൻസ്. കർത്തവിട്ടാൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. കിട്ടുന്നില്ലേ?